ഇവൻ്റെ പള്ളിയുടെ വീഡിയോ ഇതുവരെ കഴിഞ്ഞില്ലേ എന്നാരും വിചാരിക്കണ്ട. ഈ പള്ളിയുടെ 2 വിഷ്വൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് രാവിലത്തെയും ഒന്ന് നൈറ്റിലെയും. അതുപോലെ തന്നെ ഉദ്ഘാടന ദിവസം ഒരു ലോങ് വീഡിയോ ആയിട്ടും ഒരു റീലായിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഈ പള്ളിയുടെ എക്സ്റ്റീരിയർ ലുക്കാണ് നിങ്ങൾ കണ്ടത്. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് പള്ളിയുടെ ഇൻറ്റീരിയർ ലുക്കും അതുപോലെ തന്നെ പള്ളിയുടെ സൗകര്യങ്ങളൊക്കെ കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ കമൻ്റായിട്ടും അല്ലാതെ നേരിട്ടും ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്, നമ്മുടെ നാട്ടിൽ പള്ളി കുറവാണല്ലോ, അപ്പോൾ ഒരു പള്ളി അത്യാവശ്യമല്ലേ എന്ന്. അതൊരു കളിയാക്കിയ ചോദ്യമാണ്. എങ്കിലും ഞാൻ പറയാം, ഈ പള്ളിയുടെ അത്യാവശ്യമാണ്. കാരണം ഹൈവേ വന്നതോട് കൂടിയിട്ട് കിഴക്ക് ഭാഗത്തുള്ള ജനങ്ങൾക്ക് നിസ്കരിക്കാൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരേണ്ടതായിട്ട് വന്നു. പടിഞ്ഞാറ് ഭാഗത്താണ് കൂടുതൽ പള്ളികളുള്ളത്. അത് വരാനായിട്ട് പാലപ്പെട്ടി അണ്ടർപാസ് വഴിയോ അണ്ടത്തോട് അണ്ടർപാസ് വഴിയോ ആണ് വരേണ്ടത്. അത് ഒരുപാട് ലോങ്ങുമാണ്. അപ്പോൾ ഈ പള്ളിയുടെ അത്യാവശ്യമാണ്. അതേപോലെ യാത്രക്കാർക്ക് ഏറ്റവും വെളിയങ്കോട് കഴിഞ്ഞാൽ പിന്നൊരു പള്ളിയില്ല. 3.5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഈ പള്ളി വരുന്നുള്ളൂ. ഈ പള്ളി കഴിഞ്ഞ് നേരെ ചാവക്കാട് റൂട്ടിലേക്ക് പോകുമ്പോൾ 3.5 കിലോമീറ്റർ കഴിഞ്ഞ് പാപ്പാളി പള്ളി. അപ്പോഴും ഈ ഒരു പള്ളി ഇവിടെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പള്ളിയുടെ സൗകര്യങ്ങളെക്കുറിച്ചാണ്. യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ തെക്ക് വശത്തായിട്ട് ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴി സൈഡിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഒതുകൊടുക്കാനായിട്ട് 2 പൈപ്പുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് നല്ല സൗകര്യത്തോടു കൂടിയിട്ട് ഒരു ബാത്റൂമും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനായിട്ട് ഒരു നമസ്കാരം. ഈ റൂമിൽ ഒരേ സമയം 12-13 പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ പള്ളിയുടെ വടക്ക് ഭാഗം, അതായത് മെയിൻ ഗേറ്റിലൂടെ സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പുരുഷന്മാർക്ക് നിസ്കരിക്കാനുള്ള ഭാഗമാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ കാലൊക്കെ കഴുകാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നേരെ ഒതുകൊടുക്കാൻ കയറി കഴിഞ്ഞാൽ അവിടെ 10-12 പൈപ്പുകൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് നിങ്ങൾ കണ്ടില്ലേ, അതിമനോഹരമായിട്ട് ഇതിൻ്റെ എൻജിനീയർ റാഫി കോളത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഹാളിൽ നമുക്ക് ഒരു 60-70 പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സെറ്റപ്പാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബാത്റൂം, പുരുഷന്മാർക്ക് ബാത്റൂം സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു മെയിൻ ബാത്റൂം നല്ല സൗകര്യത്തോടു കൂടി, നേരത്തെ ലേഡീസ് ബാത്റൂം കാണിച്ച പോലെ നല്ല സൗകര്യത്തോടു കൂടിയാണ് ബാത്റൂം സെറ്റാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ മേലെ കയറി കഴിഞ്ഞാൽ, മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹാള് കാണാൻ പറ്റും. അടിയിൽ എത്രത്തോളം ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നോ അത്രത്തോളം ആൾക്ക് മേലെയും നിസ്കരിക്കാൻ പറ്റും. അതിവിശാലമായ ഒരു ഹാള് തന്നെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പള്ളിയുടെ പുറത്ത് കുടിവെള്ളത്തിനായിട്ട് നല്ല അടിപൊളി ഹോട്ട് വാട്ടറും കൂൾ വാട്ടറും കിട്ടുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പൈപ്പ് പുറത്തെ ഭിത്തിയിലൂടെ പുറത്തേക്കും, അതായത് യാത്രക്കാരായ ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.